ഈ ജാഥ 6-ാം തീയതി ആരംഭിച്ചതാണ്. ആറന്മുളയിൽ വെച്ച് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഈ ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണിക്ക് ഹാരാർപ്പണം നടത്തിയപ്പോൾ അത് കേരളത്തിലെ ചാനലുകളൊന്നും കൂടുതൽ കാണിച്ചില്ല. പക്ഷേ അതിന് 8 ദിവസം മുമ്പ് കേരളത്തിലെ ചാനലുകളെല്ലാം എഴുതിക്കൊണ്ടിരുന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ആ ബ്രേക്കിംഗ് ന്യൂസ് മലയോര കർഷകരുടെ ജീവിത വിശുദ്ധി ഏറ്റുവാങ്ങിയ കർഷകരുടെ നേതാവ് പ്രിയങ്കരനായ KM മാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടാൻ പോകുന്നുവെന്നാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അതിന് 8 ദിവസം മുമ്പ് കൊച്ചിയിൽ ഒരു സിനഡ് നടന്നു. ചില ആളുകളെയൊക്കെ കണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടർത്തിയെടുത്തില്ല എങ്കിൽ കേരളത്തിൽ ഒരു അധികാരത്തിൽ വരാൻ ഞങ്ങൾക്ക് വിഷമമാണ്. പിതാക്കന്മാരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അദ്ദേഹം അവരെ കണ്ട വാർത്തകൾ വന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇടതു മുന്നണി വിടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. പക്ഷേ ആ വാർത്ത പുറപ്പെടുവിച്ച ഏത് കേന്ദ്രമാണെങ്കിലും ആ കേന്ദ്രത്തോട് ഞങ്ങൾ പറയുന്നു, KM മാണി സാറിന്റെ പ്രിയപ്പെട്ട മകൻ ജോസ് കെ മാണി അടക്കം, ഇടുക്കിയുടെ പ്രിയപ്പെട്ട പുത്രൻ റോഷി അഗസ്റ്റിൻ അടക്കം ഒരു വ്യക്തിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടില്ല എന്ന് ഈ ജനസഞ്ചയെ സാക്ഷി നിർത്തി പറയുന്നു. പ്രിയപ്പെട്ട മാണി സാറിന്റെ കുടുംബാംഗങ്ങളിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ വേദനിച്ചപ്പോൾ ഈ മുന്നണിയിൽ നിന്ന് UDF മുന്നണിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഒരു പക്ഷമാണ് ഇടതുപക്ഷം. കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ എല്ലാ രംഗത്തും നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ കടന്നു വരികയാണ്. ഇടുക്കിയുടെ സ്വപ്നമാക്കി മാറ്റിയ മണിയാശാൻ. അങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് മാണിയടക്കം 11 രാഷ്ട്രീയ പാർട്ടികൾ ഉറച്ചു നിൽക്കുന്നത്. അത് കേരളത്തോടുള്ളൊരു വിശ്വാസമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അചഞ്ചലമായിട്ടുള്ള ഒരു ഹൃദയ തുടിപ്പാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികം സംസാരിക്കാറില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റുള്ളവരെ കാണുമ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാറില്ല. പാർലമെന്റിൽ നമ്മൾ കണ്ടതല്ലേ. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്കെതിരെ ഘോരമായി സംസാരിക്കുന്നു. മിസ്റ്റർ മോദി, നിങ്ങൾ അക്കിളിയാണ്, നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ആ ചുവന്നു തുടുത്ത മുഖത്തൊരു ഉമ്മ കൊടുക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. പക്ഷേ ക്രൈസിസ് മാനേജ്മെന്റ് വന്നാൽ, നിപ്പ വരുമ്പോൾ, കോവിഡ് വരുമ്പോൾ, പ്രളയം വരുമ്പോൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം ഒരു മുറിയിൽ കയറിയിരുന്ന് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചോദിക്കും, ഈ കേരളത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ എന്താണ് നിവർത്തിയെന്ന്. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഈ അടുത്ത ദിവസം എഴുതിയല്ലോ ഒരു വാക്ക്, എൻ്റെ അമ്മ പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു പൊതി തരും. ആ പൊതിയിൽ 2 കഷ്ണം റൊട്ടിയാണ്. കേരളത്തിന്റെ മറ്റൊരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങനെ കാണുകയാണ് അപ്പുറത്ത് ഒരു കുടിലിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ രോഗാവസ്ഥയിൽ പിടഞ്ഞു മരിക്കുന്നത്. ഞങ്ങൾ 6 മക്കൾക്ക് രോഗം വന്ന് മരിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിമാർ ഉണ്ടാക്കിയ ഈ കേരളമാണ്, ആ കേരളത്തിലാണ് ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത്.